ഇപ്പം മാങ്ങയോട് പഴയ താല്പര്യമൊന്നുമില്ല. മാങ്ങയുടെ ഡിമാൻഡൊക്കെ ഇപ്പൊ കുറഞ്ഞു. അതായത് പണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു മാങ്ങയ്ക്ക്. പലതരത്തിലുള്ള മാങ്ങകളുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം അടൂരിലെ മാങ്ങയ്ക്കായിരുന്നു. പക്ഷെ ആ മാങ്ങയുടെ ടേസ്റ്റ് ഒക്കെ ഇപ്പൊ പോയി. ഇപ്പൊ മാങ്ങയൊന്നും ആർക്കും വേണ്ടാതെയായി. മാങ്ങയുടെയൊക്കെ കാലം കഴിഞ്ഞു. എന്താ പറയുന്നതെന്ന് മനസ്സിലായി കാണില്ല അല്ലേ? ഈ റിനി ആൻഡ് ജോർജ് നിങ്ങളാരും മറക്കാനിടയില്ല. കാരണം കേരളത്തിന്റെ ഒരു യുവ നേതാവിനെ ഇപ്പൊ വീട്ടിൽ ഇരുത്തിയിരിക്കുന്നത് റിനി എന്ന് പറയുന്ന ആ വീരപുത്രിയാണ്, ആ ഉണ്ണിയാർച്ചയാണ്. അതായത് എന്താ പറയുക, തനിക്കെതിരെ ഒരു ആക്ഷേപം അല്ലെങ്കിൽ തന്നെ ചാറ്റുകൾ കൊണ്ട് അശ്ലീലം മൂടിയപ്പോൾ, അശ്ലീലമായ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ അവഹേളിച്ചപ്പോൾ, തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചപ്പോൾ പടവാളും അരയും ചട്ടയും മുറുക്കിയിറങ്ങിയ റിനി ആൻഡ് ജോർജ്. റിനി ഇപ്പൊ വല്ലാത്ത ഹാപ്പി മൂഡിലാണ്. ഓണം മൂഡ് കഴിഞ്ഞു, ഇനി റിനി വേറൊരു മൂഡിലാണ്. റിനി പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, അതൊക്കെ ഒന്ന് കേൾക്കണം നമ്മൾ. പുതിയ നവോത്ഥാന നായികയായ റിനി ഇങ്ങനെ ഉദയം ചെയ്യുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരും. അത്രമാത്രം എന്താ പറയുക, റിനി ഒരു വല്ലാത്തൊരു ആഗോള സ്പന്ദനങ്ങളുടെ ആന്തരികമായ ഒരു അവലോകന ചർച്ചകളുടെ ആ ലെവലിലേക്ക് പോവുകയാണ് റിനി ആൻഡ് ജോർജ്. റിനിയുടെ അത്ര എന്താ പറയുക, ഈ വാക്കുകൾ വെച്ച് അമ്മാനമാടാൻ എനിക്ക് കഴിവില്ല. അതുകൊണ്ടാണ് അപ്പൊ റിനി ഇപ്പോ ഓൺലൈൻ മീഡിയസിനൊക്കെ റിനി എന്താ പറയുക, ഈ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് 2-3 ദിവസം മുൻപ് റിനി കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. അപ്പോ അത് കണ്ടിട്ട് നമുക്ക് വരാം. അപ്പൊ അത് കണ്ടല്ലോ. റിനിക്കിപ്പോ മാങ്ങ എന്നും പഴയതുപോലെ വലിയ താല്പര്യമില്ല. അത് പോയിട്ട് റിനിയുടെ ഏറ്റവും വലിയ വിഷമം, എന്നെ ഇപ്പോ ആരും ചക്കരെ മോളൂസേ എന്ത് ചെയ്യുന്നു, കഴിച്ചോ, തിന്നോ, കുടിച്ചോ, കിടന്നോ, ഇപ്പൊ എന്ത് ഡ്രസ്സായിട്ടേക്കുന്നേ, ഇപ്പൊ എവിടെയാ, മാമുണ്ടോ, പാപ്പം കഴിച്ചോ, ഇതൊന്നും ചോദിക്കാൻ ആരുമില്ലെന്നാ റിനി പറയുന്നേ. റിനിക്ക് അതിൽ ഭയങ്കര സങ്കടമുണ്ട്. കേരളത്തിലെ ചേട്ടന്മാരെ, നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുകയില്ല ജോലി കഴിഞ്ഞിട്ട്? നിങ്ങൾക്കൊക്കെ എന്താ എത്ര മടി? കാണാൻ സുന്ദരി, വിദ്യാഭ്യാസമുണ്ട്. പിന്നെ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത്, ഉപദേശിച്ച് നിങ്ങൾ നന്നായില്ലെങ്കിൽ റിനി പരാതി കൊടുക്കും. പരാതി കൊടുക്കില്ല, റിനി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വിളിച്ചു പോവും. നിങ്ങളുടെ ഈ ചക്കരെ മോളൂസെ എന്നൊക്കെയുള്ള വിളികളും, പിന്നെ എന്താ ഒരു ഷാരിനെ വിളിക്കാൻ പോവാം, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സമാധാനമായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ റിനി അത് വേറെ രീതിയിലൊക്കെ തെറ്റിദ്ധരിച്ചെടുക്കും. എന്നിട്ട് റിനി പറയും, അവരെ നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചു, അവരെ നിങ്ങൾ 7 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചു എന്നൊക്കെ പറയും. അത് ഇടയ്ക്ക് റിനിക്കൊന്ന് വൈറലാകണമെന്ന് തോന്നുമ്പോൾ റിനി വന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകും. അത്രേ ഉള്ളൂ. അല്ലാതെ റിനിയെ കൂടെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു പുതിയ ഇതെന്ന് പറയുന്നത്, CPM ആണ് 3ാം തവണ അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായമൊക്കെ ആയില്ലേ? അദ്ദേഹം ഇപ്പോ ആരോഗ്യസ്ഥിതിയൊക്കെ കുറച്ച് മോശമാണെന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. അപ്പോ അദ്ദേഹം വല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പൊ ഈ പാർട്ടിയെ ആരെ ഏൽപ്പിക്കും? 3ാമത് അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിലേ ഗോവിന്ദൻ മാഷിനെ ഏൽപ്പിച്ച പാർട്ടി എത്ര പിണറായി നയിക്കുമ്പോൾ ഒരു ശക്തി പാർട്ടിക്ക് വരില്ലല്ലോ. അപ്പോ റിനി ഒരു ഓഫർ കൊടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്. എനിക്ക് തന്നോളൂ, എനിക്കൊരു സീറ്റ് തരൂ, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യും. മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ വരെ എനിക്ക് താല്പര്യമുണ്ട്. മുഖ്യമന്ത്രി കസേരയിലൊക്കെ ഞാൻ ഇരുന്നാൽ കേരളം മാറി മറയും. ഇവിടത്തെ സ്ത്രീലമ്പടന്മാരും ഇവിടത്തെ പെണ്ണുപിടിയന്മാരും ഒക്കെ ഞാൻ ഉപദേശിച്ച് അങ്ങ് നന്നാക്കി എടുത്തു കളയും. എന്നെ മുഖ്യൻ അത്ര പരിചയമില്ലാന്ന് തോന്നുന്നു എന്നാണ് റിനി പറയുന്നത്. മാത്രമല്ല റിനി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്നെ നിർബന്ധിക്കണം, നിർബന്ധിച്ചില്ലെങ്കിൽ ഞാൻ വരൂല. നിങ്ങൾക്ക് നിർബന്ധിക്കാൻ പറ്റിയാൽ മാത്രമേ ഞാൻ വരൂ. നിർബന്ധിച്ചാൽ മാത്രം പോരാ, സഖാക്കൾ സൈബറിടങ്ങളിലൊക്കെ എന്നെക്കുറിച്ച് വാഴ്ത്തു പാട്ടുകൾ പാടണം, എന്നെക്കുറിച്ച് പല രീതിയിൽ എന്നെ ഇങ്ങനെ വൈറലാക്കണം, എന്നെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പൊഴുത്തുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. എങ്കിലും നിങ്ങളുടെ ആവശ്യമാണല്ലോ ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരണമെന്നുള്ളതും, ഞാൻ മത്സരിക്കണമെന്നുള്ളതും, ഞാൻ ജയിക്കണമെന്നുള്ളതും, ജയിച്ചാൽ ഇനി MLA ആകണമെന്നുള്ളതും, MLA ആയാൽ ഇനി മുഖ്യമന്ത്രി പദം വരെ അല്ലെങ്കിൽ ഒരു ആരോഗ്യമന്ത്രിയെങ്കിലും ആകണമെന്നുള്ളതും നിങ്ങളുടെ നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ഞാനത് സ്വീകരിച്ചിരിക്കുന്നു.
നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നില്ല എന്ന് വേണ്ട, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി പിന്നെ എന്നെ നിർബന്ധിച്ചോളൂ, ഞാൻ നിർബന്ധിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. ഈ റിനി കൊച്ചിനെ ആരെങ്കിലും ഒന്ന് നിർബന്ധിക്കേ. മെൻസ് അസോസിയേഷന്റെ തലപ്പത്തൊക്കെ റിനി വരുന്നു എന്നാണ് റിനി പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ആ മെൻസ് അസോസിയേഷന്റെ ആ പ്രസിഡന്റിനെ ഒന്നും വിളിച്ചു നോക്കിയിട്ടില്ല. ഇനി അദ്ദേഹം മാറി റിനി അതിന്റെ തലപ്പത്ത് വരുന്ന പുരുഷന്മാരുടെ, കാരണം അവരുടെ പുരുഷ സുഹൃത്തുക്കളെയൊക്കെ തൊട്ടപ്പോഴേ അവർക്കുണ്ടായ ഒരു വല്ലാത്ത വേദന അത് അവര് പങ്കുവെക്കുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്നെ തൊട്ടപ്പോഴോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴോ ഒന്നും എനിക്കൊരു പരാതിയുമില്ല. എനിക്കതിൽ എന്നോട് സെക്സ് ചാറ്റ് ചെയ്തപ്പോഴോ മോശം മെസ്സേജ് അയച്ചപ്പോഴോ എന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ കിടക്കാൻ വിളിച്ചപ്പോഴൊന്നും എനിക്ക് ഒരു പരാതിയില്ല, എനിക്കൊരു വിഷമവും ഇല്ല അക്കാര്യത്തിൽ. അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ പുരുഷ സുഹൃത്തുക്കളെ അവർ തൊട്ടു. എൻ്റെ പുരുഷ സുഹൃത്തുക്കൾക്ക് വേദനയുണ്ടായി, എൻ്റെ പുരുഷ സുഹൃത്തുക്കൾക്ക് അപമാനമുണ്ടായി, എൻ്റെ പുരുഷ സുഹൃത്തുക്കൾക്ക് തലയുയർത്തി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായി. അത് ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുന്നു. എൻ്റെ പുരുഷ സുഹൃത്തുക്കളെ അപമാനിച്ചവർക്കെതിരെ എല്ലാം ഞാൻ പരാതി കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ പുരുഷ സുഹൃത്തുക്കളെ അപമാനിക്കാൻ ഞാൻ ആർക്കും അവകാശം വന്നിട്ടില്ല. എനിക്ക് ആരെ വേണമെങ്കിലും അപമാനിക്കാം, എനിക്ക് ആരെ വേണമെങ്കിലും പിന്നെ എന്താ പറയുക ലൈംഗികമായി ആരോപിക്കാം, അല്ലെങ്കിൽ എനിക്ക് ആരെ വേണമെങ്കിലും പിന്നെ ആരുടെ പിന്നെ സ്ഥാനം വേണമെങ്കിലും തെറിപ്പിക്കാം, ആരെ വേണമെങ്കിലും എനിക്ക് ക്രൂശിക്കാം. അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എൻ്റെ പുരുഷ സുഹൃത്തുക്കളെ ഏവനെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ഈ ലോകത്തുണ്ടാവുമെന്ന് നീയൊക്കെ വിചാരിക്കണ്ട. ഞാൻ പരാതി കൊടുക്കും. എൻ്റെ പരാതി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാരണം എന്തെന്ന് വെച്ചാൽ CPM-ന് വലിയ രീതിയിൽ പിന്നെ സന്തോഷവും അവരെ ആഘോഷമാക്കിയ ഒരാളല്ലേ റിനി എന്ന് പറയുന്നത്. അവർക്ക് റിനി ഇപ്പൊ ദൈവമല്ലേ. മുഖ്യനൊക്കെ റിനിയെ കണ്ട പിന്നെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കാൻ ഇരിക്കുകയെന്നാണ് കേട്ടത്. കാരണം വിജയ എന്ന കേരളത്തിൽ പിണറായിയുടെ മുഖത്ത് നോക്കി വിളിക്കാൻ ധൈര്യമുള്ള ഒരു നേതാവ് ആരായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ വീടിനകത്താണ്. അയാൾ വീടിന് പുറത്തുപോലെ ഇറങ്ങുന്നില്ലെന്നാണ് പറയുന്നത്. അയാൾക്കെതിരെ ഒരു പരാതിയില്ല, ഒരു കേസില്ല. പിന്നെ ആരും പിന്നെ ഇരയുടെ ഇരയെ ഞാൻ കണ്ട ഇരകളും കണ്ട പിന്നെ ആളുകളും ഒന്നും അദ്ദേഹത്തിനെതിരെ ഒരു കേസും കൊണ്ട് രംഗത്ത് വരുന്നത് നമ്മളാരും കണ്ടിട്ടുമില്ല. അപ്പോ ഇതിന്റെ ഒരു അടിസ്ഥാനത്തില് പിന്നെ റിനിയുടെ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് അദ്ദേഹത്തെ വീട്ടിലിരുത്തി. അദ്ദേഹം ഇപ്പൊ അരങ്ങാൻ പറ്റാത്ത ഒരാളാണ്. കോൺഗ്രസ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു, പ്രാഥമിക അംഗത്വം പോയി, യൂത്ത് കോൺഗ്രസ് സ്ഥാനാധ്യക്ഷൻ രാജിവെച്ചു. ഇതൊക്കെ ഒരു പെണ്ണിനെ കൊണ്ട് സാധിച്ചാൽ ഈ പണ്ട് ആരോ പറയും പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മന് പോലും തടുക്കാൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെ പെണ്ണൊരുമ്പിട്ട് ഇറങ്ങി, റിനി അങ്ങ് ഒരുമ്പിട്ട് ഇറങ്ങി. അപ്പോ ഇതില് പാർട്ടിക്കാരും ഉണ്ടെന്ന് പറയും, നമുക്കറിയില്ല കേട്ടോ. ആക്ഷേപങ്ങളാണ്. റിനി പാർട്ടിയുടെ അടുത്ത മുഖ്യമന്ത്രിയാണ്, ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കല്ലേ റിനി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ നിൽക്കുന്ന റിനി ഞങ്ങൾക്കെതിരെയൊക്കെ കേസ് കൊടുത്താൽ അത് ഞങ്ങൾക്ക് വലിയ നാണക്കേടുണ്ടാക്കും. അതുകൊണ്ട് കേസിന് പുറകെ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് റിനി ഇപ്പോ സഹാക്കന്മാരുടെ ദൈവമാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പറ്റുമെങ്കിൽ അടുത്ത തവണ ആ മോദി ഇറക്കിയിട്ട് പ്രധാനമന്ത്രിയാവാനൊന്ന് ശ്രമിച്ചു നോക്ക്.